എം.കെ. രാഘവൻ എംപിക്കെതിരായ ഒളിക്യാമറ വിവാദത്തിൽ ചാനലിനെതിരെ മുൻ തെഹൽക്ക റിപ്പോർട്ടർ മാത്യു സാമുവൽ രംഗത്തെത്തി. നിലവിലെ സാഹചര്യത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി നൽകേണ്ട ഉപകരണങ്ങളോ ദൃശ്യങ്ങളോ കൈമാറാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും നടപടിയെടുത്ത ചരിത്രമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് എം.കെ. രാഘവനെതിരെ ഒരു ദേശീയ മാധ്യമമായിരുന്നു ഒളിക്യാമറ ടേപ്പ് പുറത്തുവിട്ടത്. സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിക്ക് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങുന്നതിന് 5 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ആവശ്യപ്പെട്ടെന്നായിരുന്നു ടേപ്പ് പുറത്തു വന്നതോടെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ഡബ്ബിംഗിലൂടെയാണ് ശബ്ദം നൽകിയതെന്നുമുള്ള ആരോപണങ്ങൾ UDF നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അതിന്റെ ആധികാരികതയെക്കുറിച്ച് മുൻ തെഹൽക്ക എഡിറ്റർ കൂടിയായ മാത്യു സാമുവൽ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരുന്നു. അതേസമയം ടേപ്പ് പരിശോധിക്കുന്നതിൽ ചാനൽ ഉടമ കാലതാമസം വരുത്തുന്നതിനെതിരെ മാത്യു സാമുവൽ വീണ്ടും രംഗത്തെത്തി. ഐഫോണിൽ ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധന നടത്താൻ ചണ്ഡീഗഡിലെയും ഗാന്ധിനഗറിലെയും ലാബുകളിൽ മാത്രമേ സൗകര്യമുള്ളൂ. പരിശോധന പൂർത്തിയാക്കാൻ കുറഞ്ഞത് 1.5 മാസം സമയം ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫോറൻസിക് ചെയ്യേണ്ടത് ഈ പറയുന്ന ഫുട്ടേജ് ഒറിജിനേറ്റ് ചെയ്ത മൊബൈൽ അല്ലെങ്കിൽ ഡിവൈസ്, അവിടെ നിന്നാണല്ലോ ഈ ഫുട്ടേജ് വരുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ലാപ്ടോപ്പ്, അത് എഡിറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. അപ്പോൾ 3 എണ്ണം ഇതിൻ്റെ ചെയിനായിട്ട് പോകണം. ഈ 3 എണ്ണം പോയാൽ മാത്രമേ, കാരണം ഇത് ഫേമസ് ആയിട്ടുള്ള ഐഫോണിൻ്റെ വീഡിയോ ഫോറൻസിക് ചെയ്യുന്ന 2 ലാബുകളാണ് ഇന്ത്യയിൽ. ഒന്ന് ഗാന്ധിനഗറിലും രണ്ടാമത് ചണ്ഡീഗഡിലും. ഹൈദരാബാദ് ലാബിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആൻഡ്രോയിഡേ ചെയ്യാൻ പറ്റും. കാരണം അവരിത് അപ്പോഴേ റിജക്റ്റ് ചെയ്യും. കാരണം അവരെങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യും? ഈ സാധനം ഫുട്ടേജ് എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു? കാരണം അത് ആ ചാനൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തുവിട്ട ചാനൽ ഇതുവരെയും ഫോറൻസിക് പരിശോധകർക്ക് മുന്നിൽ എത്തിയിട്ടില്ല. ഈ സംഭവത്തിൽ കൃത്രിമത്വം സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതത്ര വളരെ ഒരു ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിളായിട്ടുള്ള സാധനമൊന്നുമല്ല ഇത്. ഈ ഫോറൻസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോയുടെ സമയമെടുക്കും, 1-2 മാസം എടുക്കും. അതും എക്യുപ്മെൻറ്റ്സ് കൊടുത്താലേ അവർ സർട്ടിഫൈ ചെയ്യത്തുള്ളൂ, അല്ലെ സർട്ടിഫൈ ചെയ്യത്തില്ല. അവരത് എടുക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. യഥാർത്ഥ ദൃശ്യങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത ചാനലിനുണ്ട്. ഒരു കാരണവശാലും 1.5 മാസത്തിനകം ഫോറൻസിക് പരിശോധന പൂർത്തീകരിക്കാൻ സാധിക്കില്ല. മുമ്പും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പാർലമെന്റ് കമ്മിറ്റിക്കോ ഒരാൾക്കെതിരെയും നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. താൻ എതിർപ്പുന്നയിച്ചത് പുറത്തുവന്ന ദൃശ്യങ്ങൾ യഥാർത്ഥമല്ലെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയാണ്. രാഘവൻ എന്തടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് തെളിയിക്കാൻ ചാനലിന് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ ഇക്കാര്യം നിലനിൽക്കില്ല. ചാനലിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളാണ് കോടതിക്ക് മുന്നിൽ മൊഴി കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ക്യാമറ, ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ ലഭിക്കാതെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.